പെൺകുട്ടി ആവാനാണ് താല്പര്യം എന്നുള്ളൊരു കാര്യം ആദ്യം ഷെയർ ചെയ്തത് ആരോടാണ്? സുഹൃത്തിനോട് തന്നെയാണ്. എൻ്റെ ആളുകളെ കൊണ്ട് പറയിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ആളായിട്ട് ഇങ്ങനെ അഭിനയിച്ച് ജീവിച്ചിട്ടുണ്ട്. അപ്പം ആവശ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമുള്ള റിലേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. പേ പിടിച്ച് നായ നമ്മളെ കടിക്കാൻ വരുമ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? കല്ലെറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ റൈറ്റ് ആക്ട് 2019 നിലവിൽ വന്നു. പരിമിതി ഉണ്ടെങ്കിൽ പോലും നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ നമുക്ക് കിട്ടുന്നുണ്ട്. കൊറ്റംകുളങ്ങര സമയവിളക്കെടുപ്പില്, കൊച്ചിൻ കാർണിവലില് ആ ഒരു രണ്ടവസരമാണ് നമ്മൾ കാത്തിരിക്കും. പോലീസിന്റെ ഭാഗത്തുനിന്ന്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, ഇവിടെ നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കുന്ന അവസ്ഥകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ ജെൻഡറിന്റെ ഒരു വ്യത്യാസങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവസരങ്ങളുടെ ഒരു ലഭ്യത കുറവുണ്ട്. കല്യാണം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാം. KSRTCയിൽ ഇത്തരത്തിൽ അനുഭവം ഉണ്ടായി. അപ്പോൾ തന്നെ റിയാക്ട് ചെയ്തു, നല്ല ഇടി കൊടുത്തു. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ടേണിംഗ് പോയിന്റിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മോഡൽ, ആക്ടിവിസ്റ്റ്, സ്റ്റേറ്റ് ട്രാൻസ്ജെൻഡർ ബോർഡ് മെമ്പർ, ദ വെരി ബ്യൂട്ടിഫുൾ ലയ മറിയ ജെയ്സൺ. ലയ, വെൽക്കം ടു ദ ഷോ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, യു ലുക്ക് സ്റ്റണ്ണിങ്. താങ്ക് യു. എന്താണ് ഈ ബ്യൂട്ടി രഹസ്യം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലൊക്കെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഈ ജെയ്സണിൽ നിന്നും ലയയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്താണ്? ആ മാറ്റത്തെക്കുറിച്ച്, ആ ഒരു ജേണിയെ കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. 13ാമത്തെ വയസ്സിലാണ് എന്നിലൊരു മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും ഒരു അഡോളസൻ്റ് ഏജ് ആണല്ലോ സ്റ്റാർട്ടിങ്. നോക്കുമ്പോൾ അഡോളസൻ്റ് ഏജിലാണ് എന്നിലുള്ള മാറ്റത്തെ ഞാൻ നോക്കിക്കാണുന്നത്. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ സ്ത്രീകളുടേതായ ആഗ്രഹങ്ങളാണ്, ആൺകുട്ടികളുടെ ആഗ്രഹങ്ങളല്ല. അത് ഗെയിംസ് ആണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിലും അങ്ങനെ ഒരു രീതിയിലേക്ക് പോയപ്പം ഞാൻ എൻ്റെ ശരീരം കൊണ്ട് പുരുഷനാണ്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പഠിക്കുന്ന കാലഘട്ടത്തിൽ അത് അങ്ങനെ തന്നെ പോയി. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരും തോറും എൻ്റെ ഉള്ളിലുള്ള സ്ത്രീത്വത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. എൻ്റെ ഭാവത്തിൽ, എൻ്റെ വ്യത്യാസത്തിൽ, നടപ്പിൽ, എൻ്റെ സംസാരത്തിലൊക്കെ തന്നെ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി. അത് തിരിച്ചറിയുന്നത് സമൂഹമാണ്. പ്രത്യേകിച്ച് സഹപാഠികൾ, അധ്യാപകർ, കുടുംബക്കാർ, സമൂഹം എന്ന ഘടനയാണ് എന്നെ മനസ്സിലാക്കി തരുന്നത്. അത് നല്ല രീതിയിലല്ല മനസ്സിലാക്കുന്നത്, വളരെ മോശമായിട്ട് ബുള്ളി ചെയ്തും കളിയാക്കിയും ഒക്കെ തന്നെയാണ് അതിനെ അടയാളപ്പെടുത്തുന്നത്. കളിയാക്കലിലൂടെ നീ ഒരു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. അത് എന്നെ വളരെയേറെ വേദന ജനിപ്പിച്ചായിരുന്നു. കാരണം എൻ്റെ ഉള്ളിലുള്ള മാറ്റത്തെ എന്താണെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത് പോലുള്ള കളിയാക്കൽ, ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടായ കാലഘട്ടമായിരുന്നു. പക്ഷെ പഠിത്തത്തോടൊപ്പം അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയെങ്കിലും ഞാൻ എൻ്റെ സ്വത്വം തുറന്ന് പറയുന്നത് എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് 2016 2014 നാൽസ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ട്രാൻസ് മനുഷ്യരെ അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി വേർഡിക്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം 2015 കേരള സംസ്ഥാനം ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പോളിസി നടപ്പിലാക്കിയ സ്റ്റേറ്റായിട്ട് കേരളം മാറി. അതിനുശേഷമാണ് ഒരുപാട് മനുഷ്യർ എന്നെപ്പോലുള്ള മാറി നിന്നിരുന്നത്, അല്ലെങ്കിൽ സ്വന്തം മനസ്സിലാക്കിയിട്ടും പുറത്ത് വരാൻ സാധിക്കാതെ നിന്ന മനുഷ്യർ മുന്നോട്ട് വന്നത്. അപ്പോൾ ആ ഒരു ധൈര്യം എനിക്കുണ്ടായി. സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ നമ്മളെ ഏറ്റെടുക്കുന്നുണ്ട്, നമ്മളെ അംഗീകരിച്ചു എന്നുള്ള ബോധ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ കമ്മൗട്ട് നടത്തുന്നതും ജെയ്സണിൽ നിന്നും ലയയിലേക്ക് മാറുന്നതും. ഓക്കെ, ഈ പേര് ലയ എന്നുള്ള പേര് ആരാണ് സജസ്റ്റ് ചെയ്തത്? ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഇങ്ങനെ കുറേ പേരുകൾ ഇങ്ങനെ നോക്കി കണ്ടെത്തുകയായിരുന്നു. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ജെയ്സൺ എന്ന പേര് ഉണ്ടാവണം എന്നുള്ളത്. കാരണം ജെയ്സന്റെ തീരുമാനമാണ് ലയയിലേക്കുള്ള മാറ്റം. പിന്നെ മരിയ എന്ന് പറയുന്നത് അമ്മയുടെ പേരാണ്, മറിയമ്മ എന്നാണ്. അത് ഞാൻ കുറച്ച് മോഡേൺ ആക്കി മരിയ ആക്കി, അങ്ങനെ ലയ മരിയ ജെയ്സൺ. അപ്പം എൻ്റെ ജെയ്സന്റെ തീരുമാനം അത്ര വലിയ തീരുമാനമാണ്. മറ്റൊരു ഓപ്പോസിറ്റ് ജെൻഡർ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത്ര കണ്ട് വിലയിരുത്തി നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കി
മുന്നോട്ട് പോകുന്ന ദുരവസ്ഥകളൊക്കെ തന്നെ നമുക്കറിയാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ജെയ്സിന്റെ ആ വ്യക്തമായ തീരുമാനമായിരുന്നു ലേയിലേക്കുള്ള മാറ്റം. ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം നമ്മൾ നേരിട്ടുള്ളതിനെക്കാട്ടി ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളതാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. അപ്പൊ ലേ നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ് അങ്ങനെ ഒരു അനുഭവം? തീർച്ചയായും. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ 2024 നമ്മൾ എത്തി നിൽക്കുക. അതെ. എന്നിട്ട് പോലും ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. അത് ന്യൂനപക്ഷ സമൂഹമായി നമ്മൾ മാത്രമല്ല, എല്ലാവരും എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു മാറ്റത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഈ 2 ജെൻഡർ സ്ക്വാഡ്, മെല്ലു മിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ടോക്സിക്കായിട്ട് അവർ രണ്ട് ജെൻഡറിനെ അടയാളപ്പെടുത്തുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. അതായത് മെയിൽ ഫീമെയിൽ അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അവരെ മാത്രമേ അംഗീകരിക്കുള്ളൂ. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളൊരു ജെൻഡർ ഐഡൻറ്റിറ്റി ആയിട്ട് മുന്നോട്ട് വരികയും നമ്മളുടേതായ ഇടം കണ്ടെത്തുകയും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഇടങ്ങളിലേക്ക് നമ്മൾ സക്സസ്ഫുൾ ആകുന്നു, നമ്മൾ പലയിടങ്ങളിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നു, പല മേഖലകളിലേക്ക് ഉയരങ്ങൾ കീഴടക്കുന്നു. അത് നോക്കിക്കാണുന്നത്, കണ്ണുകടിയോടെ നോക്കിക്കാണുന്ന ചില കൂട്ടം മനുഷ്യർ മാത്രമാണ് അവർ. പക്ഷേ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാറില്ല. നല്ല വളരെ മോശം ചീത്ത വാക്കുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫാമിലി അടക്കം, നമ്മുടെ സഹോദരങ്ങളെ അടക്കം, നമ്മുടെ കൂടെയുള്ളവരെ അടക്കം വളരെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചാണ് അവർ പ്രകോപിപ്പിക്കുന്നത്. റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ സഭ്യമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ കൂടി കൃത്യമായിട്ടുള്ള വസ്തുത പറഞ്ഞാലും അവർ അതിനെ മോശവൽക്കരിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള അവബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അവബോധം കിട്ടിയിട്ടും അത് അംഗീകരിക്കില്ല എന്നുള്ള മനസ്ഥിതിയുള്ള ആളുകളാണ് ഇത്തരം ബുള്ളിയിങ്ങിലേക്ക് നമ്മളെ ഇതാക്കുന്നത്. പക്ഷേ അതിന് നമ്മൾ നോക്കിക്കാണുന്നത് വെറും പുച്ഛത്തോടെയാണ്. കാരണം പറഞ്ഞിട്ട് കാര്യം, ഇപ്പം വഴിയെ പോകുന്ന ഒരു പട്ടി, അതായത് ഒരു പേ പിടിച്ച നായ നമ്മളെ കടിക്കാൻ വരുമ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? കല്ലെറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ നമ്മളെ മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്വയമായിട്ട് എഡ്യൂക്കേറ്റഡ് ആവാൻ ശ്രമിക്കണം. അതും ശ്രമിക്കില്ല. എന്നാൽ അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ പറയുമ്പോൾ പോലും നമുക്കാണ് ഈ പറഞ്ഞ റീച്ച് കിട്ടുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. നമ്മളെ റീച്ച് ഈ മില്യൺസ് ആയിട്ടുള്ള വ്യൂവേഴ്സും ലൈക്സും ഒക്കെ ഇട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോകുന്നു എന്ന് ഈ ബുള്ളിങ് കമൻറ്റുകളാണെങ്കിൽ കൂടി നമ്മളത് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. നമ്മളുടെ കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ തുടരുന്നു. മുമ്പത്തെ അപേക്ഷ നോക്കുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് കുറച്ചും കൂടി ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായും. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ട്രാൻസ് മനുഷ്യർ വളരെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കുന്ന അവസ്ഥകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. സർക്കാർ സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നു, നിയമങ്ങൾ വരുന്നു. അതിലൂടെയൊക്കെ നമുക്ക് വലിയ മാറ്റം, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളിലേക്ക് എത്താനായിട്ടുള്ള എല്ലാത്തരം ഒരു സംവിധാനവും ഇവിടെ ഉണ്ട്. കേരളം പോലുള്ള മാതൃകാപരം, എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ട്രാൻസ് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സമൂഹവും ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ഒരു മിസ്യൂസ് നടക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനത്തെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതും ഞാൻ ഈ പറഞ്ഞ ഈ മെല്ലോമിനിസ്റ്റ് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും അവർ നമ്മളെ മോശവൽക്കരിക്കാനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംവിധാനം കൂടെയാണ്. ഇങ്ങനെ ഫേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ട്രാൻസ് അങ്ങനെയൊന്നും ഇല്ല. സ്വന്തം സ്വത്ത് മനസ്സിലാക്കി സ്വയം തുറന്ന് പറയുകയാണ്, ഞാൻ ഇത്രയും കാലം ജീവിച്ച ഐഡൻറ്റിറ്റിയിൽ നിന്ന് എനിക്കൊരു മാറ്റം ഞാൻ സ്വയമേ മനസ്സിലാക്കി എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന മനുഷ്യർ അത്രയും ആർജവത്തോടെ, അത്രയും ഉറച്ച തീരുമാനത്തോടെ വരുന്നവരാണ്. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ ഒരു വേഷം ധരിച്ച ഒരു മാളിൽ ആ വിഷയമായിരിക്കും എനിക്ക് തോന്നുന്നു. മാളിൽ ഒരു പർദ്ദയിട്ട് കയറി ബാത്റൂമിൽ കയറി, സ്ത്രീകളുടെ ബാത്റൂമിൽ കയറിയ വിഷയം, അത് ഒരു പുരുഷൻ തന്നെയാണ്. കാരണം എന്നിട്ട് പറയുന്നത് എന്താണ്, ഞാൻ ലെസ്ബിയൻ ആണെന്ന്. ഒരു പുരുഷൻ എങ്ങനെയാണ് ലെസ്ബിയൻ ആവാൻ സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു സ്ത്രീയാണ് ലെസ്ബിയൻ ആവുക. സ്ത്രീയും ഒരുമിച്ച് അവരുടെ ഇഷ്ടങ്ങൾ പങ്കിടുമ്പോഴാണ് അത് ലെസ്ബിയൻ എന്ന് പറയുക. അപ്പോൾ അവിടെയും അവർക്കും അറിയില്ല. കാരണം അവരുടെ എയിം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ
അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു വിഭാഗം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു കൂട്ടം സമൂഹത്തെ ബാധിക്കുന്നില്ല, പക്ഷെ നമ്മളെ പറയുമ്പോൾ അത് മൊത്തത്തിലാണ് പറയുന്നത്. ആ ചിന്താഗതി മാറണം എന്നുള്ളതാണ്. ബസ്സിലെ ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ഇതിനെതിരെ എന്ത് ആക്ഷൻ ആണ് എടുക്കുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം അവിടെ ആളെ കിട്ടിയില്ല. ഞാൻ അതിലെ നിയമ നടപടിയിലേക്ക് പോകാനുള്ള ഇതായിരുന്നു, തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പിടിച്ചു വെച്ചിരുന്നത്. പക്ഷെ അയാൾ കുതറി ഓടി, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പുറകെ ഓടാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കുള്ള സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ പോയി എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനത്തെ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അതേ ബുദ്ധിമുട്ടുകൾ ട്രാൻസ് മനുഷ്യർക്കും ഉണ്ടാവുന്നുണ്ട്. നമുക്ക് നിയമ നടപടി സ്വീകരിക്കാനുള്ള സംവിധാനമുണ്ട് നിലവിൽ. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ റൈറ്റ് ആക്ട് 2019 നിലവിൽ വന്നു. അതിൽ നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ നമുക്ക് കിട്ടുന്നുണ്ട്. പരിമിതി ഉണ്ടെങ്കിൽ പോലും ഒരു ആക്രമണം, ഇപ്പോൾ സെക്ഷുവലി അല്ലെങ്കിൽ വേർബലി ഉള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ, ട്രാൻസ് വ്യക്തിക്ക് ഉണ്ടായാൽ ശിക്ഷ നടപടിയിലേക്ക് സ്വീകരിക്കാൻ, അറസ്റ്റ് രേഖപ്പെടുത്താനും പിഴ ഈടാക്കാനും ജയിലിൽ കിടത്താനുമുള്ള നിലവിലുള്ള പ്രൊവിഷൻ വെച്ച് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന അത്ര കണ്ട് വലിയ സ്ട്രോങ് ആയിട്ടുള്ളതല്ലെങ്കിൽ കൂടി അങ്ങനൊരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അതിലൊരു മാറ്റം, ഇനിയും ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് എന്തായാലും അതെങ്കിലും ഉണ്ട് എന്നുള്ളത് ആശ്വാസം. ഇപ്പോഴും ലീഗലി മാരേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലീഗലി മാരേജ് ചെയ്യണമെങ്കിൽ തന്നെ ട്രാൻസ് വ്യക്തി ആണെങ്കിൽ കൂടി മെയിൽ ഫീമെയിൽ എന്ന ഐഡൻറ്റിറ്റിയിലേക്ക് മാറണം. അതായത് ID പ്രൂഫുകളിൽ ഈ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം, നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ സാധിക്കുക. ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന നിലയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. സോ ഫാർ എന്താണ് ലേയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ എൻ്റെ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് സംവിധാനത്തിൽ എനിക്കൊരു ജോലി, അതാണ്. പിന്നെ ഫാമിലി, മരണം വരെ ഫാമിലിയെ നോക്കുക, അവരെ പരിരക്ഷിക്കുക. ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടാവുന്നിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക, നല്ലൊരു വ്യക്തിയായിട്ട് മാറുക, ഒരിക്കലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ പറഞ്ഞ എൻ്റെ ജേർണിയിൽ മുന്നോട്ടുള്ള ഇതിൽ. ട്രാൻസ് സമൂഹത്തിന് വേണ്ടിയും സോഷ്യലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സോഷ്യലി ഉണ്ടാകുന്ന ഇഷ്യൂസ്, മൈനോറിറ്റി പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ റേസ് ചെയ്യുക, വോയിസ് ചെയ്യുക, പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അവർക്ക് വേണ്ടി ജീവിക്കുക, സ്വന്തം കാലിൽ നിന്നുകൊണ്ട്. ഇപ്പം ഈ പറഞ്ഞ മോഡലിങ് മറ്റ് വരുമാനങ്ങളൊക്കെ ആയിട്ട് അല്ല, ഇങ്ങനെ തട്ടിമുട്ടിയും പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള വരുമാനത്തിലേക്ക് എത്തിയില്ല. അപ്പോൾ ആ ലക്ഷ്യം PSC ആണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക, ഫാമിലിയുടെ കൂടെ സെറ്റിൽ ആവുക. ഇപ്പോഴും പലർക്കും അറിയില്ല എന്താണ് ട്രാൻസ്ജെൻഡർ, ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ്മാൻ. അപ്പം എന്താണ് ലയ ട്രാൻസ്ജെൻഡർ? ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ ട്രാൻസ് വുമൻസും ഉണ്ട്, ട്രാൻസ്മാനും ഉണ്ട്. അപ്പം ജനിക്കുമ്പോൾ പുരുഷനായി അടയാളപ്പെടുത്തിയ മനുഷ്യർ തൻ്റേതായ സ്വത്വം മനസ്സിലാക്കി മുന്നോട്ട് വരെയാണ് ട്രാൻസ് വുമൻസ് എന്ന് പറയുന്നത്. അതായത് മെയിൽ ഐഡൻറ്റിറ്റിയിൽ നിന്നും, അതായത് ജനനാവസ്ഥയിൽ മെയിൽ ഐഡൻറ്റിഫൈ ഡോക്ടർ ലിംഗം നോക്കി അടയാളപ്പെടുത്തുന്നവരെയാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ വളർച്ചയിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുകയും അത് ഓപ്പോസിറ്റ് ജെൻഡർ ആണെന്ന് മനസ്സിലാക്കി ആ സ്വത്വത്തിലേക്ക് വരുന്നവരെ ട്രാൻസ് വുമൻ എന്നും, ഫീമെയിലായിട്ട് അടയാളപ്പെടുത്തി ജനനാവസ്ഥയിൽ ഫീമെയിലായിട്ട് അടയാളപ്പെടുത്തിയിരുന്ന ആളുകളെ പിന്നീട് വളർച്ചയിൽ സ്വന്തം സ്വത്വം മനസ്സിലാക്കി മെയിലായിട്ട് അടയാളപ്പെടുത്തുന്നവരെയാണ് ട്രാൻസ്മാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, അത്രയും വ്യത്യാസമേ ഉള്ളൂ അതിൽ. ആക്ച്വലി ശരിക്കും ഒരു സ്ത്രീ നേരിടുന്നതിനെക്കാട്ടും കൂടുതൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഒരു ട്രാൻസ്ജെൻഡർ നേരിടുന്നുണ്ട്. എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും സെക്സ് വർക്കേഴ്സ് ആണോ? ശരിക്കും അങ്ങനൊരു കാഴ്ചപ്പാട് സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് സെക്ഷലി ഉള്ള ഈ ബുദ്ധിമുട്ടുകൾ, ഹരാസ്മെൻ്റ് ഒക്കെ നേരിടേണ്ടി വരുന്നത്. പക്ഷേ പൊതുസമൂഹത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ട്രാൻസ് വ്യക്തികൾ. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുമാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ പോപ്പുലേഷൻ നോക്കുമ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ കുറച്ച് വിഭാഗം ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അങ്ങനെ പറയപ്പെടുകയും, അതോടൊപ്പം തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ട്രാൻസ് വ്യക്തികളിലൊക്കെ തന്നെ സെക്സ് വർക്കേഴ്സ് ഉണ്ട്.
പക്ഷെ നമ്മളെ തന്നെ ചൂണ്ടുവിരൽ കാണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് യോജിപ്പില്ല. എല്ലാ മനുഷ്യരും ഉള്ള പോലെ തന്നെ നമ്മളിലും ഉണ്ട് എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ സെക്ഷൽ ഐഡന്റിറ്റി മനസ്സിലാക്കി ഡ്രസ്സിങ്ങിലൊക്കെ ഒരു ചേഞ്ച് വരുത്തണം എന്ന് തോന്നി തുടങ്ങിയത്? വരുത്തിയത് എപ്പോഴാണ്? അതൊക്കെ തന്നെ കൊച്ചിലെ മുതൽ ഈ പറഞ്ഞ നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഈ മാറ്റങ്ങൾ, ഈ ചെറിയ നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴേക്കും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ സമയത്തെ ഒരു ഇതായിരുന്നു എങ്കിലും പിന്നീട് എൻ്റെ സ്വത്തം മനസ്സിലാക്കി, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പഠനമെല്ലാം പെൺകുട്ടിയെ പോലെ ഒരുങ്ങാനും ഡ്രസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അത് പലപ്പോഴും നമുക്ക് അവസരം കിട്ടിക്കൊണ്ടിരുന്നത് കൊറ്റംകുളങ്ങര സമയവിളക്കെടുപ്പിൽ, പിന്നെ ഒന്നെങ്കിൽ കൊച്ചിൻ കാർണിവലിൽ. ആ ഒരു 2 അവസരമാണ് നമ്മൾ കാത്തിരിക്കും വർഷത്തിൽ. ആ 2 അവസരത്തിന് വേണ്ടി കാത്തിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വീടുകളിൽ പാത്തും പതുങ്ങിയും ആരും കാണാതെയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്, ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും സ്വത്തം മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന അവസ്ഥയിലാണ്, പൂർണ്ണമായും സ്ത്രീയായി ജീവിച്ചു തുടങ്ങിയ സമയത്താണ് പൂർണ്ണമായിട്ടും സ്ത്രീയുടെ വസ്ത്രധാരണത്തിലേക്ക് വരുന്നതും. അതിന് മുന്നേ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ ആരും കാണാതെയും കേൾക്കാതെയും വീട്ടുകാരറിയാതെ ഈ കൊറ്റംകുളങ്ങരയിൽ പോയും കാർണിവലിനൊക്കെ പോയി ഒരുങ്ങിയിട്ടുണ്ട്. ആരോടാണ് ആദ്യം ഈ കാര്യം പറഞ്ഞത്? എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി ആവാനാണ് താല്പര്യം എന്നുള്ളൊരു കാര്യം ആദ്യം ഷെയർ ചെയ്തത് ആരോടാണ്? സുഹൃത്തിനോട് തന്നെയാണ്. എൻ്റെ കൂടെ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെയുള്ള, എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് തന്നെയാണ് പറഞ്ഞത്. അപ്പം ആള് പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം മറ്റൊരു ജെൻഡർ ഐഡൻറ്റിറ്റി എല്ലാവരും അംഗീകരിക്കില്ല, ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കില്ല, ഒരുപാട് ജോലി, നമ്മുടെ കരിയർ, എല്ലാത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് നോക്കിയിരുന്നാൽ നമ്മളല്ലാതായി മാറും എന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. എത്ര നാളിങ്ങനെ പുരുഷൻ്റെ ഒരു തോൽ അണിഞ്ഞു നിൽക്കും എന്നുള്ള, അല്ലെങ്കിൽ സ്വത്തം പുറത്ത് വരുന്നത് സ്ത്രീയുടേതായതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അതിനെ എന്താ പറയുക, അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. ഒരു പരിധി വരെ അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരുപാട് അഭിനയിച്ച് നിന്നിട്ട് അതിനെ ആളുകൾ പൊളിച്ചെഴുതിയിട്ടുണ്ട്, ആണ് ചമയുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആളുകളെ കൊണ്ട് പറയിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ആണായിട്ട് ഇങ്ങനെ അഭിനയിച്ച് ജീവിച്ചിട്ടുണ്ട്. അപ്പം അത് പറ്റാത്ത സാഹചര്യത്തിലാണ് എനിക്ക് ഇനി എന്നെ മനസ്സിലാക്കിയെ പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനല്ലാതായി മാറും, എനിക്ക് ഒരു കരിയറിലും എൻ്റെ ഒരു ലെവലിലും എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടായ സമയത്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് വലിയൊരു തീരുമാനമായിരുന്നെങ്കിൽ കൂടി, പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി പിന്നീട് അതിനെയൊക്കെ സോർട്ട് ചെയ്യുന്ന രീതിയിൽ എൻ്റെ യാത്രകൾ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ട്രാൻസ് വുമൺ ആണെന്ന് അറിയാണ്ട് പ്രപ്പോസൽസ് വന്നിട്ട് പിന്നെ അവരത് അറിഞ്ഞപ്പോൾ അവരുടെ റിയാക്ഷൻ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? അത് സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൊഫൈലിൽ ഒക്കെ തന്നെ കൃത്യമായിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രൊഫൈൽ എന്താണെന്ന്. അങ്ങനെ ഈ പറയുന്ന പോലെ അങ്ങനെ പ്രൊപ്പോസൽ വന്നിട്ട് ട്രാൻസാന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല, പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് അങ്ങനെ വന്നിട്ടില്ല. കൃത്യമായിട്ട് എൻ്റെ പ്രൊഫൈലിൽ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടില്ല. പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ട്, അത് ഫ്ലർട്ടിങ് പോലെ അങ്ങനെയൊക്കെ എന്താ പറയുക, കൃത്യമായിട്ട് സീരിയസ് അല്ലാത്ത ആവശ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമുള്ള റിലേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴാണ് മോഡലിങ്ങിലേക്ക് വന്നത്? മോഡലിങ്ങിൽ 2017 ഞാൻ 16 സ്വത്തം വെളിപ്പെടുത്തുന്നു. അതിനുശേഷം 2017 ക്യൂൻ ഓഫ് ദ്വയ എന്ന സംഘടന ഇപ്പം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ദ്വയ ട്രാൻസ്ജെൻഡേഴ്സ് ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു ബ്യൂട്ടി പാജൻറ്റിലൂടെയാണ് ആ ഒരു സംഘടന മുന്നോട്ട് വരുന്നത്. 7 പേരടങ്ങിയ ട്രാൻസ് വ്യക്തികൾ, ട്രാൻസ് വുമൻസ് തുടങ്ങിയ സംഘടനയായിരുന്നത്. ആ ഒരു വലിയൊരു മുന്നേറ്റമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു വലിയ കൈരളി ചാനൽ പോലുള്ള ചാനൽ ടെലികാസ്റ്റ് ചെയ്ത് വലിയ മുന്നേറ്റത്തോടു കൂടെ വന്ന ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ് വ്യക്തികളുടെ ബ്യൂട്ടി പാജൻറ്റ് ഒരു ലോകതലത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ഓഡീഷനിൽ പങ്കെടുക്കുകയാണ്. യാദൃശ്ചികമായിട്ട് ഓഡീഷനിൽ പങ്കെടുത്തു. അതിൽ ഫസ്റ്റിൽ സെലക്റ്റായി, സെക്കൻഡ് ഓഡീഷനിലും ഫൈനൽ ഓഡീഷനിലും വിന്നറായി, അതായത് ഫിനാലെ വരെ എത്തേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം അതിലൂടെയാണ് മോഡലിംഗ് എന്ന ഇതിലേക്ക് വന്നത്. അവിടെ നമുക്ക് ഗ്രൂമിങ്ങും കൊറിയോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കഴിവുണ്ട് എന്നും സ്വയം ബോധ്യപ്പെട്ട് അതിലേക്ക് മുന്നോട്ട് പോയത് അങ്ങനെയാണ്. ആ ദ്വയാണ് എൻ്റെ ഒരു വഴികാട്ടി. ഈ ഒരു
മോഡലിംഗ് രംഗത്തേക്ക് എന്നെ ചുവട് വയ്ക്കുന്നതും അതോടൊപ്പം ഇപ്പോഴും ആ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനി നമുക്ക് ലെയർ സിനിമയിലേക്ക് പ്രതീക്ഷിക്കാവോ? ശരിക്കും സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അവിടെയും ഈ പറഞ്ഞ പോലെ ജെൻഡറിൻ്റെ ഒരു വ്യത്യാസങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അവസരങ്ങളുടെ ഒരു കുറവ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഒരു ട്രാൻസ് കഥാപാത്രമാണെങ്കിൽ ഓക്കെ എന്നുള്ള ലെവലിലേക്കാണ് ഇപ്പോഴും പോയിട്ടുള്ളത്. വളരെ കുറച്ച് അറിയാലോ, ചാൻസസ് ഒക്കെ വരാറുണ്ട്. ചാൻസസ് വളരെ കുറവാണ്. കാരണം നമുക്കറിയാം അഞ്ജലി അമീർ, നാദിറ, വളരെ കുറച്ച് പേരാണ് ഈ പറഞ്ഞ വളരെ ചെറിയ റോളുകളൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവസരങ്ങളുടെ ഒരു ലഭ്യത കുറവുണ്ട്. ഇപ്പം നമുക്കൊരു സിസ് വുമണിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ കൂടി അതിനുള്ള അവസരം കിട്ടുന്നില്ല. അപ്പം എപ്പോഴും ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിലേക്ക് മാത്രം ഒരു കഥയിൽ ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തെ ഉൾപ്പെടുത്തുന്ന തലത്തിലേക്ക് മാത്രമേ സീരിയൽസ് ആയാലും സിനിമയായാലും പോകുന്നുള്ളൂ എന്നുള്ളത് ഒരു വിഷമകരമായുള്ള കാര്യമാണ്. നമുക്കും കഴിവുകളുണ്ട്, ട്രാൻസ് വുമണായിട്ട് മാത്രമല്ല സ്ത്രീയായിട്ടും അഭിനയിക്കാനുള്ള കഴിവുകളുണ്ട് എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അവസരം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴെങ്കിലും ഈ വിഷമം വരുന്നപ്പോൾ വിഷമഘട്ടത്തിൽ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെയൊക്കെ ഒരു ജേർണിയിൽ അത് ഭാഗമാണ്. പക്ഷേ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റിലേക്ക് പോയത്. പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി റിയലൈസേഷൻ, ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ സാധിച്ചു. റിലേഷൻഷിപ്പിൽ സംഭവിച്ച ബ്രേക്കപ്പ് സ്റ്റേജ് വന്ന സമയത്ത് ഞാൻ എന്നെ പൂർണ്ണമായിട്ടും പ്രണയത്തിലേക്ക് കൊടുക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പോരായ്മ ആയിട്ട് പറയുന്നത്. ഞാൻ 100% കൊടുത്ത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ അത് ഒരു നെഗറ്റീവ് ആണെങ്കിൽ കൂടി അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതിൽ വന്ന ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ബ്രേക്കപ്പ് സ്റ്റേജിലേക്ക് വന്ന സമയത്ത് സഹിക്കാൻ പറ്റാതെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഒരു തിരിച്ചറിവും കൂടി ആയിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നിടം വരെ നമ്മൾക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം. നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ കൊളീഗ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു ജേർണിയുടെ ഭാഗം മാത്രമാണെന്നുള്ള ബോധ്യമുണ്ടായി. അതിനുശേഷം അങ്ങനെ ഒരു പൊട്ടച്ചിന്തയിലേക്ക് പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത്. വിഷമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? ഫാമിലി തന്നെയാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാർട്ട്ണറും തന്നെയാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട്ണറിനെ കുറിച്ച് പറയാം. പാർട്ട്ണറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരംകാരനാണ്. 2019 ആണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് തന്നെ തുടരുന്നു. അങ്ങനെ ഉടനെ കല്യാണം പ്രതീക്ഷിക്കാമോ? കല്യാണ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ലിവിങ് ടുഗദർ എന്ന കൺസെപ്റ്റാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് വയ്ക്കുന്നത്. കല്യാണം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാം, ഡിപ്പെൻസ്. ആരെങ്കിലും അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്? അതേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ ലൈംഗിക അതിക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ബസ്സിൽ ഞാൻ നാട്ടിലേക്ക് പോകുന്നതോ വരുന്നതോ സമയത്താണ് KSRTCയിൽ ഇത്തരത്തിൽ അനുഭവം ഉണ്ടായി. അപ്പം തന്നെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. ഉപദ്രവിക്കാൻ ശ്രമിച്ചു, മീൻസ് ലൈംഗിക ചുവയോടുകൂടെ എൻ്റെ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അപ്പം തന്നെ റിയാക്ട് ചെയ്തു. നല്ല ഇടി കൊടുത്തു എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം ഒരാളുടെ കൺസേൺ ഇല്ലാതെ ശരീരത്തിൽ തൊടുക, അതും പബ്ലിക് പ്ലേസിൽ ലൈംഗിക ചേഷ്ട കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ആ ഒരു മാറ്റമില്ല. അല്ലല്ല, ട്രാൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. ഒരു സ്ത്രീകളുടെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. 3 പേരടങ്ങുന്ന സീറ്റിൽ ഏറ്റവും അറ്റത്താണ് ഞാൻ ഇരിക്കുന്നത്. കമ്പിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പം അവിടെ നിന്നാണ് ഈ പ്രക്രിയ കാണിച്ചത് എന്നുള്ളത്. കൂടെ ഉള്ള ആരും പ്രതികരിച്ചില്ല. അല്ല, ഈ സംഭവം നടക്കുന്നത് ഞാൻ മാത്രമല്ലേ അറിയുന്നുള്ളൂ. കാണുന്നില്ല, ഇത് കാണുന്നില്ല. അടിച്ചതിന് ശേഷമാണ് എല്ലാവരും എന്താണെന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്നൊരു അടി ഉണ്ടാവുന്നു എന്ന് പറയുമ്പോഴേക്കും ആളുകൾ നോക്കിക്കാണും എന്താ അവിടെ ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് സ്റ്റാൻഡിലേക്ക് കയറുന്ന സമയമായിരുന്നു. അവിടെ വെച്ച് തന്നെ ഞാൻ കുത്തിന് കയറി പിടിച്ച് അയാളെ വിടാതിരിക്കാനായിട്ട് ഒരു വനിതാ കണ്ടക്ടറായിരുന്നു. അപ്പോൾ ഞാൻ മേഡത്തെ വിളിച്ചു. അപ്പം മേഡം വിളിച്ച് സംസാരിച്ചു. അപ്പം കുത്തിനെ പിടിച്ച് നിൽക്കുകയാണ്, പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾ എന്നെ തള്ളി മാറ്റിയിട്ട് ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി. എൻ്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു.
ആ കുട്ടി മാത്രമാണ് സഹായത്തിന് വന്നതും ഇറങ്ങി വന്ന് നോക്കാനൊക്കെ വന്നു. പിന്നെ അയാളങ്ങ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇനി അയാൾ ഒരിക്കലും അങ്ങനെ റിയാക്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്തവരും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. സെക്ഷൽ ഐഡന്റിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു ആദ്യം? സെക്ഷുവൽ ഐഡൻറ്റിറ്റി അല്ല, ജെൻഡർ ഐഡൻറ്റിറ്റി. ജെൻഡർ ഐഡന്റിറ്റി. ഫാമിലി എൻ്റെ ജേണി കണ്ട് മനസ്സിലാക്കി വന്നവരാണ് ശരിക്കും. എൻ്റെ മാറ്റം ഞാൻ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു മനസ്സിലാക്കൽ 2016 മുന്നേ തന്നെ എൻ്റെ ഡ്രസ്സിങ്ങിലാണെങ്കിലും മുടി വളർത്തുന്നത്, നെയിൽ പോളിഷ് ഇടുന്നതൊക്കെ തന്നെ മാറ്റും. ഞാനൊരു ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു. ഞാനൊരു ഈ പറയുന്ന പോലെ റോഡ് ഷോ, ഈ ദേവി വേഷങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു സംവിധാനത്തിലേക്കൊക്കെ പോയിരുന്നു. അപ്പം കൃത്യമായിട്ട് നമ്മൾ അങ്ങനെയാണ് സ്ത്രീയുടെ ഒരു രീതിയിലേക്ക് കൂടുതൽ നമ്മൾ ആ തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ആ ചൂസ് ചെയ്ത് തന്നെ എന്നിലുള്ള മാറ്റത്തെ അംഗീകരിക്കാൻ ഞാൻ തന്നെ തയ്യാറായി. അപ്പം നോർമലി നിൽക്കുമ്പോൾ പോലും ഞാൻ ഈ ലേഡീസ് ജീൻസ്, ടീഷർട്ട്, നെയിൽ പോളിഷ് അങ്ങനെ മാറ്റങ്ങളുടെ വന്ന് അവസാനമാണ് വീട്ടുകാരിലേക്ക് എത്തുന്നത്. അപ്പം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ പോലും എനിക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കണമായിരുന്നു. മുന്നോട്ട് പോകുന്നതാണല്ലോ, സ്വന്തം കാലിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് 2018 ജോലി കിട്ടി. ട്രാൻസ്ജെൻഡർ സെല്ലിൽ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ജെൻഡർ സെല്ലിൽ ആദ്യമായിട്ട് ജോലി കിട്ടുന്ന 4 പേരിൽ ഒരാളാണ്. അപ്പോൾ അങ്ങനെ കിട്ടി വരുന്ന സമയത്താണ് ഞാൻ അമ്മയോട് പറയുന്നതും ഞാൻ ഇനി മുതൽ സ്ത്രീയായി ജീവിക്കുകയുള്ളൂ, ഇങ്ങനെ തന്നെയായിരിക്കും, എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും കുഴപ്പമില്ല, ഉത്തരവാദിത്തങ്ങൾ മറന്ന് ജീവിക്കരുത്, തൊഴിൽ കയ്യിലുണ്ടാവണം എന്നുള്ള ഒരാശയം മുന്നോട്ട് മാത്രമേ വെച്ചുള്ളൂ. ഫാദർ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലെങ്കിൽ കൂടി അമ്മയാണ് എൻ്റെ ശക്തി, എൻ്റെ പില്ലർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചേച്ചിയാണുള്ളത്. ചേച്ചി നേഴ്സാണ്, കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ആണ്. എങ്കിൽ കൂടി ചേച്ചിയും സപ്പോർട്ടാണ്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ചേച്ചിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കൂടി പിന്നീട് ഇപ്പോഴും ഭയങ്കര എല്ലാ കാര്യത്തിലും സപ്പോർട്ടും എല്ലാം ആയിട്ട് നിൽക്കുന്നത് ഫാമിലി തന്നെയാണ്. എന്താണ് ലയയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? ഇപ്പം സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തെയും മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്തിനേയും നേരിടും. അതോടൊപ്പം തന്നെ മറ്റൊരു വീക്ക്നെസ്സായിട്ട് പറയാനാണെങ്കിൽ ലവ് അഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് ഞാൻ എന്നെ നോക്കിക്കാണുന്നത് അതാണ്. ഞാൻ പൂർണ്ണമായിട്ട് കൊടുക്കും, അത് തിരിച്ച് കിട്ടുന്നത് അത്തരത്തിൽ അല്ല എങ്കിൽ അതിൽ കൂടുതൽ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ആവാൻ പാടില്ല എങ്കിൽ കൂടി മനുഷ്യനെന്ന നിലയിൽ നമുക്ക് സ്നേഹം കൊടുക്കാനല്ലേ പറ്റൂ, തിരിച്ച് കിട്ടണം എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അത് രണ്ടുമാണ്. വാട്ട്സ് യുവർ അംബിഷൻ? അംബിഷൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആവുക എന്നുള്ളതാണ്. മോഡലിങ്ങും ഈ ആക്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ കൂടി പ്രൊഫഷണലി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആകുക അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ തന്നെയാണ്. PSC പോലുള്ള തലങ്ങളിൽ എഴുതുന്നുണ്ട്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നതിനേക്കുള്ള ഒരു പ്രിപ്പറേഷനൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതാണ്. അത്തരം ലെവലിലേക്ക് പോകണ ഒരു ഗവൺമെൻറ് ജോലി കിട്ടും. നമുക്ക് റിസർവേഷൻ ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പം കോമ്പീറ്റ് ചെയ്ത് ഈ സിസ് മനുഷ്യരുടെ കൂടെ തന്നെ കോമ്പീറ്റ് ചെയ്ത് വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് റിസർവേഷൻ കിട്ടിയാൽ ഏറ്റവും നല്ലതെന്നുള്ളതാണ്. പക്ഷെ അതിലേക്കുള്ള യാത്ര ഉണ്ടാവുന്നതേ ഉള്ളൂ, അതിൻ്റെ ഘട്ടങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഗവൺമെൻറ് തലങ്ങളിൽ ഇതുവരെ അതിന് തീരുമാനമായിട്ടില്ല. അപ്പം അല്ലാതെ തന്നെ നേടിയെടുക്കുക എന്നുള്ളൊരു സ്വപ്നമാണ് മുന്നിലുള്ളത്. ട്രാൻസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഈ സർജറി കോഴ്സിനെ കുറിച്ച് എല്ലാവരും വെറിയിടാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലക്ഷങ്ങളാണ് കോസ്റ്റ് വരുന്നത്. ഇപ്പം കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊന്നും തന്നെ ഈ സംവിധാനമില്ല. ശരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാമല്ലോ ഭീമമായ തുകയായിരിക്കും. നമ്മുടെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ട്രാൻസ് വുമണിന് 2.5 ലക്ഷം രൂപയും ട്രാൻസ്മാന് 5 ലക്ഷം രൂപയും അങ്ങനെ കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കോസ്റ്റ് നമ്മൾ സർജറി ചെയ്യുന്നതിന് വേണ്ടി കണ്ടെത്തിയതിന് ശേഷം റീഫണ്ടാണ് ചെയ്യുന്നത്. അപ്പം 2.5 ലക്ഷത്തേക്കാൾ കൂടുതലാവുമെങ്കിൽ കൂടി ഇപ്പം നമ്മുടെ വജൈനോപ്ലാസ്റ്റിയും ബ്രസ്റ്റ് ഇംപ്ലാന്റ്മെൻറ്റ് സർജറിയാണ് ചെയ്യേണ്ടത് ട്രാൻസ് വുമനിന്. അപ്പോൾ അതിനുവേണ്ടി നല്ല കോസ്റ്റ് ഒരു 3 to 4 lakhs എങ്കിലും ആകും എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിലെ ബേസ് വെച്ചാൽ അത്രയാണ്.
മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി അതിനേക്കാൾ 5ഉം 10ഉം ഒക്കെ ആവുന്ന സംവിധാനം ഇതൊക്കെയുണ്ട്. അങ്ങനെയാണ് ആ കോസ്റ്റ് പോകുന്നത്. ട്രാൻസ് വുമണിനും ട്രാൻസ്മാൻ്റെ കൂടുതൽ ആകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സർജറികൾ കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടുതലുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ശരിക്കും പെയിൻഫുൾ ആണോ സർജറി? തീർച്ചയായും നമ്മളൊരു ഗർഭം ധരിക്കുക അതിനേക്കാൾ വലിയ പെയിൻഫുള്ളാണെന്ന്, ഏറ്റവും വലുത് ഗർഭം ധരിക്കുന്ന പെയിനാണെന്ന് പറയാറുണ്ടല്ലോ. അതിനേക്കാളൊക്കെ ഇതൊരു ശാരീരിക ഘടനയെ തന്നെ മാറ്റുകയല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലൈംഗിക അവയവത്തെയല്ലേ മാറ്റുക. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. റിക്കവറായി വരുന്നിടം വരെ ഒരു 1-2 മാസത്തോളം തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അൾട്ടിമേറ്റ് എയിം? ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഒരു സമൂഹത്തിൻ്റെ ഭാഗമാക്കി, നമ്മളുടെ എഫേർട്ട് കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ആക്കി മാറ്റി, സമര പോരാട്ടങ്ങളിലൂടെ മാറ്റിക്കഴിഞ്ഞു. ഇനിയും നമ്മൾക്ക് നേടാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസിക്കായിട്ടുള്ള നമ്മുടെ ഷെൽട്ടർ, സ്വന്തമായിട്ട് കയറി കിടക്കാനുള്ള ഇടം, ഒരു തൊഴിൽ, പാർപ്പിട സംവിധാനം, ഇതൊക്കെ തന്നെ ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പം സർക്കാർ സംവിധാനങ്ങളിൽ ഞാൻ സ്റ്റേറ്റ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ പറയുകയാണ്, സർക്കാർ സംവിധാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇനിയും മുന്നോട്ട് വെക്കേണ്ട ആശയം ഈ പറഞ്ഞ തൊഴിൽ പ്രധാനമാണ്. ഇപ്പം അറിയാമല്ലോ, സെക്സ് വർക്ക്, ഭൂരിഭാഗം മനുഷ്യരും സെക്സ് വർക്ക് ചെയ്ത് അവരുടെ മുന്നോട്ട് ജീവിതമാർഗം മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്, വളരെ പരിതാപകരമായിട്ട് അവസ്ഥയാണുള്ളത്. അപ്പം അതിനെയൊക്കെ റിക്കവർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ PSC എക്സാം എഴുതുന്നത് പോലെ അങ്ങനെ ഒരു റിസർവേഷൻ കൊണ്ടുവന്നാൽ തന്നെ അത് വലിയ മുന്നേറ്റമായിരിക്കും. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലേക്ക് വളരെ എഡ്യൂക്കേഷൻ്റെ ബേസ് നോക്കിയാലും വളരെ കുറവാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഇപ്പോഴാണ് ഒരുപാട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് +2 ലെവൽ, ഡിഗ്രി ലെവൽ, PG ലെവൽ, മറ്റ് തലങ്ങളിലേക്കൊക്കെ തന്നെ ആളുകൾ എത്തുന്നത്. അപ്പം ഓൾറെഡി കമ്മ്യൂണിറ്റികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഒരു ശതമാനം റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വീപ്പർ പോസ്റ്റ് മുതൽ വലിയ തലങ്ങളിലേക്ക് വരെ എത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കൊക്കെ തന്നെയാണ് മുന്നോട്ട് നമ്മുടെ ഒരു സ്വപ്നമായിട്ടും നമ്മുടെ എയിമായിട്ടും. ഇനിയും ഈ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇനിയും മറ്റ് ഈ പറഞ്ഞ നമ്മുടെ സംവരണങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഉണ്ടായിട്ടുണ്ട്. 2% സീറ്റ് റിസർവേഷൻ ഉണ്ട്, സർജറിയുടെ ഫണ്ട് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഹോസ്റ്റൽ സൗകര്യത്തിനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു സംവിധാനം വരണം എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള സാധനമാണല്ലോ തൊഴിലും പാർപ്പിടം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തണം, സർക്കാർ സംവിധാനങ്ങൾ എത്തണം. അതിനുള്ള പോരാട്ടങ്ങളാണ് നമ്മളും തുടരുന്നത്. അതാണ് നമ്മുടെയും ലക്ഷ്യം. ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ആളുകളോട് പറയാൻ പേടിച്ചിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനായിട്ടുള്ളത് ശരിക്കും മാതാപിതാക്കൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പലരും ഈ മാറി നിൽക്കുന്നത് എൻ്റെ ഒരു അസ്തിത്വം ഇല്ലാതാകും, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെടും എന്നുള്ള ചിന്താഗതിയിലാണ്. കാരണം നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കുടുംബമല്ലേ. അപ്പം ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ഭയാനകമായി നോക്കിക്കാണുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേരും മുന്നോട്ട് വരാത്തത്. ഇപ്പോഴും മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം മക്കളാണ്. അവർ എങ്ങനെയാണെങ്കിലും, അതായത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും നിങ്ങളുടെ മക്കളായിട്ട് തന്നെ വളർത്തുക. ഏത് സ്വത്വത്തിലാണെങ്കിലും അവരെ കൈപിടിച്ച് ചേർത്ത് നിർത്തുക. ഒരു സ്വത്വം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി ജീവിച്ചത് കൊണ്ടോ ഒരിക്കലും മക്കൾ ഇല്ലാതാവുന്നില്ലല്ലോ, അല്ലാതെയാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചാൽ അവർ ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് പറന്നുയരാൻ സാധിക്കും അവരുടേതായ മേഖലകളിൽ. അതിനുള്ള മാർഗം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. ആ ഒരു അവയർനെസ്സിൻ്റെ കുറവാണ് പല മാതാപിതാക്കളിലും കാണുന്നത്. ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ പുറത്താക്കുക, ഒരു രീതിയിലും അവരെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഇപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവുന്നെങ്കിലും ഇപ്പോഴും ഇത്തരം ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഈ 2 ജെൻഡർ സ്ക്വാഡിൻ്റെ ഒരു സ്വാധീനമൊക്കെ മാതാപിതാക്കളെ വളരെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു ടോക്സിക് രീതിയിലുള്ള സാധനങ്ങളാണെന്നും യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവർ മനസ്സിലാക്കുന്നതാണെന്നുള്ള ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടായാൽ ഈ ഒരു പ്രശ്നമില്ലാതാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വരുന്ന കുട്ടികൾ ഈ പറയുന്ന നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാനും നേരിടാനും നമ്മുടെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പോരാടാനും കൃത്യമായിട്ട് നമ്മുടെ എന്താണെന്ന് അടയാളപ്പെടുത്താനും
തൊഴിൽ സംവിധാനം ഒരു സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മുന്നോട്ട് വരാനും ഒക്കെയുള്ള ഒരു ആർജവം എടുക്കണം എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇടങ്ങളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല ഷെൽട്ടർ ഹോമുകളുണ്ട്, എല്ലാ മിക്ക തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പം ഇപ്പം ഹെൽപ്പ് ലൈൻ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കൗൺസിലിങ്ങോ പോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അതുമുണ്ട്. അപ്പം മുന്നോട്ട് വരുന്നവരോട് കൃത്യമായിട്ട് മനസ്സിലാക്കി വളരെ ആലോചിച്ച് കൃത്യമായിട്ട് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് വളരെ ആലോചിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞെന്നുള്ളൊരു സ്വപ്നം അങ്ങനെ അത് സാധ്യമല്ല എങ്കിൽ കൂടി നമ്മൾ കുട്ടികളെ ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ. എപ്പോഴും പലപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോഴും ഒക്കെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കുമെങ്കിൽ പോലും പക്ഷേ അതിനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഭാവിയിൽ ഉണ്ടാകുവാണെങ്കിൽ നല്ലത്. പിന്നെ അഡോപ്ഷൻ പോലുള്ള സംവിധാനങ്ങളൊന്നും നമുക്കായിട്ടില്ല ഗവൺമെൻറ് സംവിധാനങ്ങളിൽ. അങ്ങനത്തെ ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെ ഇഷ്ടമാണ്, സെറ്റിലാകും. ഇപ്പോൾ ടേണിംഗ് പോയിന്റിൽ വന്നതിനും പ്രേക്ഷകരോട് ഇത്രയും നേരം സംസാരിച്ചതിനും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.